സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. സുലേഖ ശശികുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, ആര്യ, ഇന്നും നാളെയും സംസ്ഥാനത്ത് 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഉയർന്ന താപനിലയും ഈർപ്പവും വായും കാരണം ചൂട് കൂടുന്ന അവസ്ഥയുമുള്ള ഒരു കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നൊരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഈ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സൂര്യാഘാതം, സൂര്യതാപം, നീർജലീകരണം തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ പകൽ സമയം 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് സൂര്യതാപം ഏൽക്കാതിരിക്കാനുള്ള ശ്രദ്ധ ജനങ്ങൾ പുലർത്തണമെന്ന് കൂടി ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അതിനൊപ്പം തന്നെ ശുദ്ധജലം കുടിക്കുക, ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക. അതിനൊപ്പം തന്നെ നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, അതിനൊപ്പം തന്നെ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ എന്നിവ ഇത് പകൽ സമയങ്ങളിൽ ഒഴിവാക്കുക. ഒപ്പം കോട്ടൺ വസ്ത്രങ്ങൾ, അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക എന്നത് തുടങ്ങി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട്. എന്തായാലും 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഉയർന്ന ഒരു താപനിലയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ആര്യ, ശരി. സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്.